ഹേ ഗൈസ്, സോ നമ്മൾ ഇന്ന് നല്ല റെഡിയൊക്കെ ആയി ജയറാണിയുടെ ബ്രൈഡൽ ഷവറിന് പോവാണ്. അപ്പം എല്ലാവരുടെയും ഹാർട്ട് ത്രോബായ ജയറാണി ഈസ് ഗെറ്റിംഗ് മാരീഡ്. ഞങ്ങളപ്പോ ചേച്ചിയുടെ പരിപാടിക്ക് ഒരു എയർബിഎൻബി എടുത്തേക്കുവാണ്. അത് ഇൻനിസ്ഫിലാണ്. അത് ഞങ്ങൾ പോകുന്ന വഴി ഇനി അതുലിനെ പിക്ക് ചെയ്യണം, ജല്ലാനെ പിക്ക് ചെയ്യണം. ഷോണിമ നേരിട്ട് അങ്ങോട്ടേക്ക് വരും അല്ലേ ചേച്ചി? അതെ, അപ്പൊ നമുക്ക് ഇവരെയൊക്കെ പരിചയപ്പെടുത്തണമെന്ന് എനിക്കറിയാം. ഞാൻ അവരെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും പേര് എല്ലാവർക്കും ഞങ്ങളുടെ പേര് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓരോരുത്തരായിട്ട് ഫേസ് വെച്ച് കാണിച്ച് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 20 minutes അല്ലേ ഡ്രൈവ് ഉണ്ട്. ആൾക്കൊക്കെ എന്തെങ്കിലും പറയാൻ? ആൾക്കാരുടെ സൗണ്ട് പോയിരിക്കുകയാണ് ഗൈസ്. അതാണ് ആൾക്കാരുടെ വിന്റർ തൊട്ട് അവളുടെ സൗണ്ട് പുറത്തേക്ക് വരാറില്ല. അവളൊരു എന്താ നിന്റെ ഞാൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ, കൈൻഡ് ഓഫ് എ ടീച്ചർ. അതെ, അതും ഒരു എത്ര വയസ്സിന്റെ ഇടയിലും ആടി? എത്ര വയസ്സ്? ഗ്രേഡ് 12 വരെ, ഏജ് 12 വരെ, 12 വയസ്സ് വരെയുള്ള പിള്ളേരുടെ കുട്ടികൾക്കുള്ള എലിമെന്ററി സ്കൂളിലാണ് ഞാൻ. കുട്ടികളെ നോക്കാനുള്ള പാട് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. നമുക്കിനി അവർ വന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, നമ്മുടെ അടുത്ത മെമ്പേഴ്സ് എത്തിയിരിക്കുന്നു. അതുല്യ ഈസ് ഹിയർ. എല്ലാവരെയും പരിചയപ്പെടുത്താൻ പറഞ്ഞ പേര് പറയൂ. അതുല്യ, അഖിൽ, ജസ്റ്റിൻ. ഓക്കെ, ഡെൽന പറഞ്ഞോളൂ. ഡെൽനയും അതുല്യൊക്കെ നമ്മുടെ കൂടെ കൂടിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഡെൽന ഈസ് ഫ്രം ദ ഫസ്റ്റ് ബിഗിനിങ് അല്ലേ? പക്ഷെ അതെ, വല്ലപ്പോഴും കാണുന്നുള്ളൂ. അതുല്യ എനിക്ക് തോന്നുന്നു കഴിഞ്ഞല്ലേ, കഴിഞ്ഞതിന് മുന്നത്തെ മഹാഓണത്തിന് 2 years ആയി. ഒരു നമ്മുടെ മഞ്ഞക്കിളികളായിട്ട് എല്ലാരും നമ്മുടെ കളർ തീം യെല്ലോ ആൻഡ് ഗ്രീൻ ആണ്. ബ്രൈഡ് ഗ്രീനും നമ്മളെല്ലാരും യെല്ലോയും. ബ്രൈഡ് സ്ക്വാഡ് എല്ലാം യെല്ലോ ഷെയ്ഡ്സ് ഓഫ് യെല്ലോ. അതിലെ ഉണ്ടാക്കിയ കേക്കാണിത് ഗൈസ്. അതെ, സ്പെഷ്യൽ എന്താണ്? ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? സോ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇതാണ് നമ്മുടെ ബേക്കർ കം ഡാൻസർ കം അതുല്യ. അവിടെ ഞാൻ ഇട്ടോളാം വിട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വെന്യൂ. കത്രിക വേണ്ട വരില്ല. ഇവിടെ കത്തി എന്തെങ്കിലും വേണം, വിഷയമില്ല. ആൾക്ക് കിട്ടിയോ? ആളെടുത്തോളാം. ഓക്കെ, എന്താ പറയാ, അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം. വീടിന്റെ അകത്ത് കയറി ഞാൻ വീടൊക്കെ കാണിച്ചു തരാം. വേണമെങ്കിൽ ഒന്നും കൂടെ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താം അല്ലേ? ഞങ്ങളുടെ ഇവിടെ വന്നപ്പോ ഇവിടെ മഞ്ഞ. സോ ഇതാണ് നമ്മുടെ ഡെൽന, അതുല്യ, അഞ്ചൽ, അൽക്ക, മിത്ര. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഷോണിമേനെയാണ്. ബാക്കി നമ്മുടെ കുറച്ച് മെമ്പേഴ്സ് ബിസി ആയതുകൊണ്ട് വന്നിട്ടില്ല. അപ്പൊ അതെ, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. അപ്പൊ ഞാനിനി വീട് കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ഡെക്കറേറ്റേഴ്സ്. താങ്ക് യു. നീ പോരെ. വളരെ നാച്ചുറൽ ആയിട്ട് കുറച്ചു നേരത്തിന് മുമ്പ് വന്നതാ. രണ്ടാമത് പിന്നെ എൻട്രി ചെയ്തു. ഇൻട്രൊഡ്യൂസ് ചെയ്യാം എല്ലാവർക്കും. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഷോണിമ. ഞാൻ കൊണ്ടുവന്നതാണ് ഈ ഗിഫ്റ്റ് റാപ്പ്. സോ നമ്മുടെ ബ്രൈഡിനുള്ള ഗിഫ്റ്റ് ആണ് ഇവിടെ റാപ്പ് ചെയ്തോണ്ടിരിക്കണേ. ആൻഡ് ദാറ്റ്സ് അവർ വീഡിയോഗ്രാഫർ ഫേസ് ഓഫ് ഫെബ്രുവരി. അതാ നിന്റെ ശരിക്കും പേര്? അമ്മൽ.
കൊണ്ടുപോവാം. സൈഡ് ഇത് നീ ഇപ്പൊ സൈഡാക്കിയതാണോ? അപ്പൊ അതിങ്ങനെ ഇതായിപ്പോയി. ഇത് കേൾസ് ശരിയാക്കി പുറത്തോട്ട് ഇട്ടണം. ഇവിടെ തല്ലൂടാണോ? എന്തിനാണ് ഇവിടെ? എന്താണ് പ്രശ്നം ഇവിടെ? ഇവിടെ ഒരു പ്രശ്നമില്ല. പ്ലക്കാർഡ്സ് സെറ്റ് ചെയ്യാന്. യെസ്. പ്ലക്കാർഡോ? ഇതിന് എന്താ പറയണ ശരിക്കും? പ്ലക്കാർഡല്ലേ? ഇതിന് എത്ര ഉണ്ടാക്കണം? ഓരോ ഫോട്ടോയിലും മാറ്റി മാറ്റി ഒരെണ്ണം എനിക്ക് തന്നെ. ഇത് വേണം. ആകാംക്ഷഭരിതരായി എല്ലാരും കാത്തിരുന്ന ആഘോഷം. ഹായ് പറയൂ. യൂട്യൂബ് വീഡിയോ ആണ് ഗൈസ്. നമ്മുടെ ബ്രൈഡ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, പത്താമത്തെ ടേക്കാട്ടോ. ഓക്കെ, മറന്നല്ല കേക്കിന് ആരെങ്കിലും ഇല്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നെ നേരെ പോലെ ഞാൻ കൂടെ വരുമല്ലേ. ഇനി ഒരു സ്റ്റെപ്പാണ്. സോറി തണുക്കുന്നു ഗൈസ്. ചൂട് ചൂട് തുറന്നോ. വെള്ളയൊക്കെ എനിക്ക് ഈ ബാൻഡ് കാണുന്നോട് മാതിരി കല്യാണമാണെന്നൊരു ഫീലില്ലായിരുന്നു. ചെരിച്ചെടുക്ക്. എന്റെ അമ്മേ, രാവിലെ പോലെ വന്ന് കണ്ണാടി വെക്കണേ. ആ സാധനം വയ്ക്കുന്നുണ്ടോ? ആകെ ചെയ്തൊരു പണി അതും അത് പുറകെ വെച്ചോ. കുറച്ച് ഐ മീൻ കണ്ണാടി മാറ്റിക്കോ. കിരീടം രസമുണ്ട്. ഫാഷനായിട്ടുള്ളൊരു കണ്ണാടി. കണ്ണാടി വാങ്ങിച്ചോ? എടീ, രാജാവിന്റെ കിരീടം വേണോ? Congratulations and celebrations. എനിക്ക് ബാക്കി അറിയാൻ ബാക്കി അറിയില്ല. കഴിച്ചതെല്ലാം ശരിയാക്കി കൊടുക്കുവാണ്. അത് കാണുന്നില്ല. അത് അവളുടെ മാലയാ. എല്ലാവരും ടച്ചപ്പ് പരിപാടികളിലാണ്. എനിക്ക് ഒച്ചയില്ലാണ്ടായിപ്പോയി ഗൈസ്. ഒരാൾ അകത്ത് കയറി ഒളിച്ചു നിൽക്കണം. എനിക്കാണെങ്കിൽ ഇപ്പൊ മിസ് വേൾഡ് അവരുടെ മെസ്സേജ് അയച്ചായിരുന്നു. ഫ്രെയിംസിന് എന്ത് വിഷമാവുന്നുണ്ട്. എന്റെ വണ്ടിയോ? അയ്യോ, വണ്ടി ലോക്ക് ചെയ്തോ? എന്റെ വണ്ടി ലോക്ക് ചെയ്തിട്ടില്ല. എന്റെ വണ്ടി ലോക്ക് ചെയ്തിട്ടില്ല. എന്റെ മാതാവേ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. പോസുകൾ വാരി എറിയുന്നു. ഭയം പൊളിച്ചുകൊണ്ടിരിക്കുന്നു. സുന്ദരിക്കോത ഒളിച്ചു നിൽക്കുന്നവരെല്ലാം
പക്ഷെ അങ്ങനെ ഒന്നിനും ഫോക്കസ് ആവുന്നില്ല കേട്ടോ, വെറുതെ ഞാൻ എടുക്കുന്ന മുഴുവൻ. ഇതെന്താ ഞാൻ ഡാൻസ് ആടെ അവനെ മാറ്റിട്ട് അവിടെ നിൽക്കാം. ഞാൻ പോരെ കേക്ക് കൊടുക്കണം. കേക്ക് എടുത്തോണ്ടിരുന്നോ? ഫ്രിഡ്ജിലാണോ? ഫ്രിഡ്ജിലല്ലേ? ഒരു കേക്ക് അരി. ആ വൈൻ അങ്ങോട്ട് ഇങ്ങോട്ടൊരു വൈനായിരിക്കും ഇച്ചൂടി തന്നെ. അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനോ? കണ്ടോ ബൊക്കേഡി സെറ്റപ്പ് കൈയും വീശി സർപ്രൈസ് ആയിരുന്നു. അതെ, ഞാൻ ചിലപ്പോ കൊടുക്കാൻ തോന്നുന്നു. അന്ന് വീഡിയോഗ്രാഫർ അല്ലല്ലോ, ഓർപ്പിച്ചോളൂ. അവരെന്തായാലും അവര് എങ്ങനെ വേണം എപ്പൊ കൊടുക്കണം എന്നൊക്കെ വീഡിയോഗ്രാഫറെ തീരുമാനിക്കണേ. ഷെയോണിമേനെ നോക്കൂ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള നമ്മൾ എന്താ പറയുന്നത്, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ ആളുടെ ആണ് കറക്റ്റ് ആയിട്ട് ഇവര് ചെരുപ്പ് പൊക്കുന്നതനുസരിച്ചായിരിക്കും. ഇപ്പൊ ജയറാൻ ചേച്ചിയാണ് കാര്യം കൂടുതൽ ചെയ്യുന്നതെങ്കിൽ അവർ അവരുടെ ചെരുപ്പ് പൊക്കും. അത്രയും ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ. ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്? ആരാണ് കൂടുതൽ ബുദ്ധിമാൻ? Who said I love you first? ആദ്യം ആരാണ് I love you പറഞ്ഞത്? ഏറ്റവും കൂടുതൽ ഈ കൂടുതൽ കരയണ ആരാണ്? എന്തെങ്കിലും പ്രശ്നം വന്ന അപ്പ കരയണ? കൂടുതൽ ഉറങ്ങുന്ന ആളാരാണ്? Who is the better driver? വണ്ടി നല്ലോണോ? ഞാൻ കെയർഫുൾ ഡ്രൈവറാ. ആരാണ് ബെറ്റർ ലിസണർ? ബെറ്റർ ലിസണർ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളാവാം. ഓക്കെ, പൊക്കണ്ട. ഓ, ഇത് ചേട്ടായോടുള്ള ചോദ്യമാണ്. ചേച്ചിയുടെ മാമോദിസ പേരെന്താണ്? ചോദിക്കും. മറിയത്തിന്റെ വേറൊരു പേര് ചെരുപ്പ് വേണ്ട. ഞാൻ അടി ഇപ്പൊ ചേട്ടായുടെ മാമോദിസ പേര്? ഇവർക്ക് മാമോദിസ ഇല്ല. നിങ്ങൾക്ക് മാമോദിസ പേര്? ചേട്ടായോട് ചേച്ചീനെ ആദ്യമായി കണ്ടപ്പോൾ ചേച്ചി ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ എന്തായിരുന്നു? കോസ്റ്റ്യൂം പുള്ളി ഉടുപ്പാന്ന് തോന്നുന്നു. വൈറ്റില് ബ്ലാക്ക്. ഞാൻ ചേട്ടായിനെ ശ്രദ്ധിച്ചില്ല. ചേട്ടായി എന്നെ ശ്രദ്ധിച്ചു. ചേട്ടായിനെ ആദ്യമായി ശ്രദ്ധിക്കുമ്പോൾ ചേട്ടായിട്ടിരുന്ന ഒരു ബ്ലൂ ഉണ്ടായിരുന്നു, ഒരു സീക്കയുടെ ബ്ലൂ ഉണ്ടായിരുന്നു എപ്പോഴും. ഞാൻ വേറെ ആരും കണ്ടത്. ഇഷ്ടപ്പെട്ട കളർ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ?
റെഡ് ആണോ? എനിക്ക് എപ്പോഴും ബ്ലാക്കിന്റെ നേരെ തിരിച്ച് ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ട കളർ. ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്തോ ഒന്നും ഫേവറേറ്റ് എന്നൊരു സാധനമൊന്നും എന്നാലും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നത് കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ആണ്. കുട്ടിയുടെ ഇഷ്ടമുള്ള പച്ചയോ ഫ്ലൂറസൻ പച്ച. സോറി, അതല്ല ഞാൻ ഉദ്ദേശിച്ച പച്ച. അത് വേറെ. ചേട്ടായിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ അതെയോ പിന്നീട് കണ്ട് ഇഷ്ടമായതാണോ? കണ്ട് പഠിച്ചു. അതിന് എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. കാരണം കണ്ട് മൂന്നാമത്തെ ദിവസം ഐ ലവ് യു പറഞ്ഞു. ചേച്ചി ഞാൻ പറഞ്ഞപ്പോ തന്നെ നോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൂട്ടൊക്കെ പയ്യെ കമ്പനി ആയി കഴിഞ്ഞപ്പോഴാണ് യെസ് എന്ന് പറഞ്ഞത്. മതി ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കുട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാ ചോറും കറിയായിരുന്നു പണ്ട്. ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നോണ്ട് പുട്ടും ബീഫുവാ അല്ലേ? ഏറ്റവും ഇഷ്ടം ഞാൻ പറയട്ടെ മട്ടൻ. ഞാൻ സമ്മതിച്ചു. അല്ലാന്ന് ചേട്ടായി പറയുന്നു. എന്താണ് ചേട്ടായിക്ക് ഇഷ്ടമുള്ളത്? അല്ല അല്ലാന്നല്ല ഞാൻ അതേ കണ്ണൊക്കെ നിറയുന്നു. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ചേട്ടായി അത് ഈസിയാണ്. ലോകം മൊത്തം അറിയാം. അതെ, ചേച്ചിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. ഇപ്പൊ സാധനം കിട്ടിയ പുള്ളിക്കാർക്ക് സന്തോഷമാവുന്ന സാധനം. അതിന്റെ വീഡിയോ എടുക്കട്ടെ. കപ്പ ബിരിയാണി. എന്തായാലും ചേച്ചിക്ക് ഇഷ്ടമല്ല. കപ്പ മീന് കപ്പ ബിരിയാണി ഏഷ്യാടൊക്കെ ഇഷ്ടം. പിന്നെ നമ്മള് വഴക്ക് കൂടി കഴിഞ്ഞമ്മ എന്ത് ചെയ്താൽ സോൾവാക്കാം. അത് ഞാൻ പറയാം. ഞാൻ വഴക്ക് കൂടിയാലും അതുകൊണ്ട് ഞാൻ വഴക്ക് കൂടിയാലും ചേട്ടായി എന്താ സോറി പറയണം. അല്ല ഞാനായിരിക്കും ഇച്ചിരി വഴക്കുണ്ടാക്കണം, പക്ഷെ അതിനും ചേട്ടി സോറി പറയണം. അതാണ് അവസ്ഥ. ചേട്ടായി എന്ത് ചെയ്താലാണ് ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്? ഏതാ ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഒരെണ്ണം ചെയ്യാറേ ഇല്ല. മറ്റത് എന്താ ചേട്ടായിക്ക് അറിയാം. പറ, നിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. സമാധാനപ്പെട്ടോ? അതന്നെ പിന്നെ ചേച്ചി ചെയ്യുന്ന എന്ത് കാര്യമാണ് ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടത്? പേടിയാ പറയാ. ചേച്ചി പറഞ്ഞോ, ചേച്ചിക്ക് എന്താ ചേട്ടായിക്ക് ചേച്ചി ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം എന്തായാലും? ഒട്ടും ഇഷ്ടം. ഞാൻ ചെയ്യുന്ന എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പൊ ചേട്ടായി കിട്ടല്ലോ. അതൊന്നും ഇല്ല. ലൈക്ക് സംതിങ് നോട്ടി ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സംതിങ് അന്നോട്ട് നോട്ട്. ഞാൻ ചെയ്യുന്ന എന്തായിട്ട് നിനക്ക് ഇഷ്ടമല്ലാത്തത്? ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യണത് ഇഷ്ടമല്ല. എപ്പോഴും ക്ലീൻ ചെയ്യും, എടുത്തത് എടുത്തെടുത്ത് വെക്കാൻ പിന്നെ ജയറാണി എന്ത് ഡ്രസ് ഇട്ട് വന്നതാണ് കുട്ടന് ഏറ്റവും ഇഷ്ടം? അതിപ്പോ എന്തിട്ടാലും ആൻസർ അവൾ തന്നെ പറയുക. മനസ്സെനിക്ക് അറിയാം. അങ്ങനെയല്ല, അവൾ എന്തിട്ടാലും നല്ലതാണ്, പക്ഷെ നിനക്ക് തോന്നുന്നത് അങ്ങനെയല്ല ഇഷ്ടം, അവന് ഇഷ്ടം സാരി എന്തിടുന്ന അത് എനിക്കിഷ്ടം. അവർക്ക് എന്താ അത്ര ഇടാനുള്ളത്? എനിക്ക്
ഷർട്ടുകൾ ഇടുന്ന ഇഷ്ടാ. കുട്ടൻ ചില സമയത്ത് വെറൈറ്റി ഷർട്ട് ഒക്കെ ഇടാം. ഓണത്തിനൊക്കെ ഫാൻസിന്റെ ഓണത്തിനൊക്കെ വെറൈറ്റി. പിടിക്കാനുണ്ട് നിന്നെ 1-2 കാര്യത്തിൽ പിടിക്കാനുണ്ട്. ചേച്ചിയുടെ ബർത്ത്ഡേ എന്നായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് പറയണ്ട. ഏത് മാസം ഏത് ഡേറ്റ് ആണ്? മാസം അറിയില്ലേ? പെട്ടെന്ന് ടെൻഷനായി. മാസം അറിയില്ല. ജൂലൈ. സമാധാനപ്പെട്ട് കണ്ണൊക്കെ ഇപ്പൊ തെളുത്ത് കണ്ടു. 24. ചേട്ടായിയുടെ ഫെബ്രുവരി 5. അതാണ് ചേട്ടായിയുടെയും ചേച്ചിയുടെ ഒരു പാട്ട്. നമുക്കൊരു ഡുവറ്റ് ആവാം. ശരി, വേറൊരു നല്ല പാട്ട് പറയാപ്പ. നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ ലിറിക്സ് അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി കവിത പണ്ടത്തെ പാട്ടുറങ്ങൂ ഒരു ഷോണിമയുടെ ഒരു സോങ് ആണ്. ഫ്രെയിംസിന് അതെ ഫ്രെയിംസ് ഓഫ് സഡ്ബറി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയാൽ അവന്റെ വർക്കുകളെല്ലാം കാണാം. കൂടെ ഇടയ്ക്കിടയ്ക്ക് അവന് ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇത് ബാക്കി രണ്ടും ഞാൻ ഇറക്കുന്നതായിരിക്കും. ഓക്കെ ഷോണിമ. മേലെ വേണോ താഴെ വേണോ? ഇവരൊന്നും സമ്മതിക്കില്ല. പിടിക്കണ്ട, തുടങ്ങിക്കോ. നിങ്ങൾ പാടിക്കോ, ഒത്തിരി ഒച്ച വരുമ്പോ ഞാനും പഠിക്കണം. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളമേ പ്രണയിനി. ഓ
സ്നേഹദൂതിയിൽ മണത്തോഴിയായി വാ പ്രിയമയീ. അന്നൊരിക്കലെന്നോ കണ്ട നാളിലെന്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാനോ. സുന്ദരിയേ വാ വെണ്ണിലവേ വാ എൻ ജീവതാളം നീ പ്രണയിനീ. കരളിൽ ഒരു കൂടൊരുക്കിയില്ലേ നീലമിഴിക്കോടുകളിൽ കവിത കണ്ടില്ലേ. എന്നും നിന്നോർമ്മയിലെന്നോ ഉണരുമ്പോ മാഞ്ഞു പോകരുതേ മാർമഴവില്ലേ. മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റ് നീ വരുമ്പോൾ എന്റെ ഉള്ളിൽ തേൻതുളിപ്പാട്ട്. വെള്ളിക്കൊലുസിന്റെ കാലച്ച കേൾക്കാൻ കാത്തിരിക്കും എന്റെ ഹൃദയം. നിനക്കു മാത്രം നിനക്കു മാത്രമാ. സുന്ദരിയേ വാ വെണ്ണിലവേ വാ ജീവതാളം നീ പ്രണയിനീ. ഡാൻസ്ലേഴ്സിന്റെ ഒരു ബാൻഡും കൂടി അങ്ങ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം വിളിച്ചാൽ ഒരു ഗ്രൂപ്പ് സോങ്, സിംഗിൾ സോളോ ബൈ ഷോണിമ, പിന്നെ ഒരു ഗ്രൂപ്പ് ഡാൻസും കൂടെ. പേയ്മെന്റ് അതിലൂടെ അറിയും. ഡാൻസിന് മാത്രമല്ല. അതെ, എക്സ്ട്രാ വേണ്ടി വരും. ഒരു പാട്ട് വെച്ച് $50. നമ്മള് പള്ളി അതൊരു കല്ലക്കം പരിപാടിയാണ്. എങ്കി ഇനി ചേച്ചിയെ നല്ലോണം പുകഴ്ത്തിയൊന്ന് പഠിക്കും. എന്നെ പറ്റി 2 വാക്ക്. 2 വാക്ക് മതി കേട്ടോ. ജയാറാണി. ജയറാണിയെ കുറിച്ച് വാക്കല്ലേ, ജയറാണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും. നല്ലത് ആ നല്ലൊരു മനുഷ്യസ്ത്രീയാണ്. ജയറാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് ആണ്. ഒരു കാര്യം നല്ല കറക്റ്റ് ആയിട്ടും വൃത്തിയായിട്ടും അവൾക്ക് ആ ഒരു സെറ്റപ്പിൽ ചെയ്താലാണ് അവൾക്കൊരു സമാധാനം സംതൃപ്തിയും ഉള്ളു, സന്തോഷമുള്ളൂ. പിന്നെ എന്താ പറയാ, നല്ലൊരു ഡാൻസറാണ്, നല്ലൊരു സുന്ദരിയാണ്, നല്ലൊരു പാട്ടുകാരിയാണ്. അല്ലേ, നല്ലൊരു സുന്ദരിയാണ്. പഞ്ച്വാലിറ്റി. പഞ്ച്വാലിറ്റിയുടെ കാര്യം നിങ്ങൾ വിഷമിക്കല്ലേ, പേടിക്കണ്ട ആരും. ചേച്ചി തന്നെ ഐഡിയ തരും, പേടിക്കണ്ട. ചേച്ചി പറയൂ. പിന്നെ എന്താ പറയാ, ഇമോഷണലി കുറച്ച് വൾനറബിൾ ആണ്. ജയറാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാനും ഷീസ് റെഡി. അങ്ങനെ വെരി സീരിയസ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ when I'm thinking about it
പിന്നെ പറയുകയാണെങ്കിൽ I don't know, I feel like you are very loyal. Okay? Yeah, right. Hardworking, ambitious, yeah, beautiful, yeah, talented, gorgeous, hot. ആദ്യം തന്നെ പറഞ്ഞു. ചേച്ചി ചേച്ചിയായിട്ട് ഞങ്ങള് ലൈക്ക് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആയത്. ലൈക്ക് ഗ്രൂപ്പിലോട്ട് വന്നപ്പോ ഭയങ്കര കമ്പനി ആയി. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരാളായിരുന്നു ജെറാൻ ചേച്ചി. അപ്പൊ അങ്ങനെ ഭയങ്കര കമ്പനി ആയി ജെറാൻ ചേച്ചി. ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. നമ്മള് ട്രിപ്പ് പോകാനുള്ള ഒരു ഫൺ പാർട്ട്ണറാണ്. നമ്മളിങ്ങനെ അടുത്ത ട്രിപ്പ് പിടിക്കുന്നതാണ്. ചേട്ടാനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചേട്ടനെ കുറിച്ച് പറയാൻ മറന്നു. ചേട്ടാനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ചേട്ടനാണ് ചേട്ടനെ പോലെ ഞങ്ങളുടെ എല്ലാ ആവശ്യത്തിനും ഓടി വരുന്ന ഞങ്ങളുടെ ഫേവറേറ്റ് കപ്പിളാണത് ചേട്ടായും ജെറാൻ ചേച്ചി. ഞങ്ങളുടെ സീനിയർ കപ്പിൾ. വളരെ കുറച്ച് നാളായേ ഉള്ളൂ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. എന്റെ ഭയങ്കര ഫാൻ. ചേച്ചിയുടെ ഭയങ്കര ഫാനായിരുന്നു. ഞാൻ ചേച്ചിന് ഒരു ആദ്യം കാണുന്നത് സ്പൈസ് മാർട്ടിൽ ചേച്ചി എന്തോ പ്രൊമോഷൻ ചെയ്തു. പുള്ളിക്കാരി ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ കണ്ടു. നേരെ എനിക്ക് ഭയങ്കര ഫാൻ മൊമെന്റ് ആയിരുന്നു. അറിയോ, ഞാൻ എന്നിട്ട് എന്റെ ബോയ്ഫ്രണ്ടിനോട് ചേച്ചി അന്ന് നല്ല ചേച്ചിയാണ്. ഭയങ്കര പാവമാണ്. ചേട്ടായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടായിനെയും എനിക്ക് അധികം പരിചയമല്ല. പക്ഷെ നല്ലൊരു ചേട്ടായിയാണ്. പറഞ്ഞില്ലല്ലോ ജെറാനി ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസേഴ്സിന്റെ എന്താ പറയാ ഏറ്റവും മെയിൻ ഡാൻസർ ആണ്. പക്ഷെ എന്താ പറയാ എക്സ്പ്രഷൻ ക്വീൻ. ഏറ്റവും ഡിമാൻഡ് ഉള്ള ഡാൻസർ മേ ബി ജെറാനി ചേച്ചി തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ എന്താ പറയാ ഒരു ജെമ്മാണ് അല്ലേ, ജെമ്മാണ് കെട്ടി പോകുന്നത്. അതായത് കെട്ടുന്നത് എന്താ പറയാ ഇതുപോലെ ചേച്ചി ഭയങ്കര ആംബിഷ്യസ് ആണ്, പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്ത് കാര്യവും അതുപോലെ ചെയ്യണം. ഇപ്പൊ നമ്മളെല്ലാരും ഗ്രൂപ്പായിട്ട് ഒരു റീൽ എടുക്കുകയാണെങ്കിൽ പോലും ഒരാളെ തെറ്റിക്കഴിഞ്ഞാലും അവിടെ ചൂടാവും. കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ കൂടെ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ചെയ്ത് തീർക്കണം. അങ്ങനെ ഒരു ഭയങ്കര പെർഫെക്ഷൻ ചിരിക്കാൻ പോകുമ്പോ എനിക്ക് തീർക്കുന്നത് ഭയങ്കര അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഫോക്കസ്ഡ് ആണ്, ഭയങ്കര ഡ്രിവൺ ആണ്. അപ്പോ അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ അഡ്മയർ ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഇടയിലല്ലേ. സോ യാ, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ചേട്ടായി ആണേലും ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ്, ഭയങ്കര എന്താ പറയാ ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ചേട്ടായി സമാധാനത്തിന്റെ കാടി വെച്ചുള്ള അങ്ങനെ ഒരു
നീ ഗാന്ധിജിയാ താടി കുഞ്ഞാടാണ് കിട്ടിയത്. കുഞ്ഞാട് ഷെപ്പേർഡായിരുന്നു ആദ്യം. ഇപ്പൊ പേര് മാറ്റിയതാണ്. ഞാൻ ഇതില് എന്നെ മുഖത്ത് പറയുന്നതൊക്കെ എടുത്തിട്ട് ഒരു റീലും ഇടാൻ പോവാ. എല്ലാരും അറിയട്ടെ സത്യങ്ങൾ. അപ്പൊ ജയറാണി ചേച്ചിക്കും ചേട്ടായിക്കും നമ്മുടെ എല്ലാവരുടെയും വക ഓൾ ദി ബെസ്റ്റ്. എനിക്ക് പറയാനുണ്ട് കുറച്ച്. പറയണം. കുട്ടൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും മീൻസ് ഞാൻ വരുമ്പോ കുട്ടന്റെ സിസ്റ്ററിന്റെ കൂടെയായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങള് ഡാൻസ് ഗ്രൂപ്പ് തുടങ്ങി. പിന്നെ അതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞ കുട്ടനാണ്. ഇപ്പൊ ഞാൻ മടി പിടിച്ചിരുന്നാലും ജയറാണി മടി പിടിച്ചിരുന്നാലും കുട്ട വിളിച്ചിട്ട് നിങ്ങളത് ചെയ്യണില്ലേ, നിങ്ങൾ ചെയ്യേ, നിങ്ങൾ പോവുക, നിങ്ങൾ റീലെടുക്കുക, നിങ്ങൾ ആക്റ്റീവായിട്ട്. ഞാൻ അത്രയും സപ്പോർട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എവിടെ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മളെ കൊണ്ട് പോണത് കുട്ടനായിരുന്നു. ആദ്യത്തെ നമ്മളെ എനിക്ക് തോന്നുന്നു ഞാനും ഇത്രയും ഡെലിനെയും അനറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഓർമ്മിക്കുന്നു. അപ്പൊ പക്ഷെ കുട്ടൻ ഭയങ്കര സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് എന്റെ കെട്ടിയും പോലും എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും എന്റെ ദൈവമേ നമ്മളെപ്പോ പോകുമ്പോഴും നിങ്ങക്ക് മറ്റേ എന്താ നമ്മുടെ റെഡ് ബുള്ള് അതിനല്ല നമ്മളെല്ലായിടത്തും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ ടീമിനും. നമുക്ക് കൊറേ റീലെടുത്ത് അങ്ങനെ മിക്ക റീൽസ് എന്നത് കുട്ടനാണ്. എല്ലാ പ്രോഗ്രാമിനും വരും സപ്പോർട്ട് ചെയ്യാൻ. മൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തേക്കുള്ളതായി പറയും. എനിക്ക് പറയാനുള്ളത് ഭയങ്കര ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഞാനിപ്പോ ആണെങ്കിലും ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ആണെങ്കിലും നല്ല ടോക്കറ്റീവ് ആണ്, നല്ലപോലെ സംസാരിക്കും. ഇപ്പം ഞാനിവിടെ ന്യൂ ആണെന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയില്ല. എല്ലാവരും സംസാരിക്കും, ബട്ട് കുട്ടൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫ്രീ ആണ്, എല്ലാവരോടും നല്ലപോലെ സംസാരിക്കും, അപ്രോച്ചബിൾ ആണ്. അപ്പൊ എനിക്ക് അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ അടുത്ത് പറയും ചെയ്തു. പുതിയ ഒരാള് വരുമ്പോ നമ്മുടെ അടുത്ത് പറയില്ലേ, ആ കൊച്ചിനെ നോക്കിട്ടോ, അതിനെ നോക്കാം, അവൻ മാറിയിരിക്കണോ നോക്കാം, നമ്മുടെ അടുത്തൊന്ന് പറയുക. കമ്പനി കൊടുക്കാനൊക്കെ പറയും. എന്നെ ഡാൻസിനെ എന്നെ കാണാതെ നീ ഇവിടെ നടക്കരുത്, നീ അവിടെ നിൽക്കുക എന്നൊക്കെ. അങ്ങനെ ഒരു അവിടെ ഒരു പെർഫെക്ഷനിസം ഞാൻ കാണുന്നുണ്ട്. റീല് നന്നായിട്ട് ഇനി എന്തുവാ ഡൽഹിക്ക് മാത്രം ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ കുട്ടൻ ചേച്ചി പറഞ്ഞ പോലെ തന്നെ സെയിം സാധനം തന്നെ. ഞാനും കല്യാണം പള്ളിയിലാണ്. അതെ, ചേട്ടായി പെരുന്നാളിന് വരും, ഈസ്റ്ററിനും വരും. ഈ 2 പ്രാവശ്യം ചേച്ചി സെയിം സാധനം എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ പാർട്ടിക്ക് പോകുമ്പോഴാണെങ്കിൽ വൈബായിട്ട് കൂടെ ഡാൻസ് കളിക്കാൻ വരുന്ന ഒരാളാണ് ചേട്ടൻ. ഇത്രയാണ് തുടങ്ങിയത്. അല്ല ഇനി എന്താ തളർന്നു, മതിയായി. ഓക്കെ ഗൈസ്, നിങ്ങളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് കല്യാണം പ്രമാണിച്ച് ഫോട്ടോയാണോ? ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. 3, 2, 1. ഞാൻ ദീപിച്ചേട്ടനെ സോപ്പിട്ട് അടിപൊളി അടിപൊളി അടിപൊളി. ഹാപ്പി അല്ലേ? ഗുഡ് നൈറ്റ്. അത് പറയാനല്ല പറഞ്ഞത്.
ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എല്ലാരും ടയേർഡാണ്, ബാക്കിലുള്ളവരൊക്കെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ സമാപിക്കുകയാണ്. ഓക്കെ ബൈ ഗൈസ്.